ഹലോ, ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അവിടെ GMUPS ഇരുമ്പുഴി മലപ്പുറം ഭാഗത്തുള്ള ഒരു സ്കൂൾ ഞാൻ PSC പരീക്ഷ എഴുതാൻ പോയി. അപ്പോൾ അവിടെ നിന്നുള്ള ജനങ്ങളുടെ പെരുമാറ്റം എന്നെ വളരെയധികം ആകർഷിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം. അതായത് ഞാൻ GMUPS സ്കൂളിൽ പരീക്ഷ എഴുതി 22-ാം തീയതി പോവേണ്ട ഞാൻ 27-ാം തീയതി തന്നെ പോയി. രാത്രി താമസിക്കാൻ അവിടെ ലോഡ്ജുകളില്ല, അല്ലെങ്കിൽ ടോയ്ലറ്റിനുള്ള ഫെസിലിറ്റികളില്ല, ഒന്നുമില്ല. പക്ഷെങ്കിൽ ഞാൻ അവിടെ പോയപ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ പെരുമാറ്റ രീതി വളരെ പൊളൈറ്റാണ്. ഇപ്പോൾ ഒരു ഹിന്ദു പറയും പോലെയല്ല അവിടുത്തെ മുസ്ലിം വിശ്വാസികൾ പറയുന്നത്. ഞാൻ ഒരു മതത്തെ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങളല്ല, പക്ഷെങ്കിൽ വളരെ പൊളൈറ്റായിട്ടുള്ളതും എല്ലാവർക്കും ഒരു സ്പേസ് കൊടുക്കുന്നതും വളരെ ജെൻറ്റിലായിട്ടുള്ള ഒരു പെരുമാറ്റ രീതിയാണ് അവരുടേത്. അതായത് രാത്രി ഞാൻ അവിടെ ഇരുന്ന് കണ്ടിട്ട് കുറച്ച് മുസ്ലിം വിശ്വാസികളായ ഇക്കമാർ, അങ്ങനെ തന്നെ പറയാം, ഇക്ക എന്ന് പറഞ്ഞിട്ട് ചേട്ടന്മാർ തന്നെ വന്ന് അവരെൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു, ഭക്ഷണം കഴിച്ചോ, ഇവിടെ ടോയ്ലറ്റിനുള്ള, അതായത് എന്തിനാ വന്നതെന്ന് ചോദിച്ചേ, ഇവിടെ എന്തിനാ വന്നപ്പോൾ ഞാൻ പരീക്ഷ എഴുതാനുണ്ട്. അപ്പോൾ വളരെ പൊളൈറ്റായിട്ടുള്ളതും വളരെ ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു പെരുമാറ്റ രീതിയാണ് അവർക്കുള്ളത്. അതായത് അവിടെ പ്രത്യേകമായിട്ട് എനിക്ക് ഒരു സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, അതായത് ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ ഇവിടെ കുളിക്കാനൊക്കെ പുഴയുണ്ട്, കടലുണ്ട്, പുഴയുണ്ട്, അതിൻ്റെ താഴെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ടോയ്ലറ്റിനുള്ള ഫെസിലിറ്റി കടകൾക്ക് ഇല്ല, കടകൾ രാത്രി അടക്കും. അപ്പോൾ കടകളിൽ പോകാൻ പറ്റൂല. അതുകൊണ്ട് ഇനി എന്നോട് പറഞ്ഞാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ സുന്നി മസ്ജിദ് ഉണ്ട് അവിടെ ഇരുമ്പുഴി തന്നെ, അവിടെ പോയിട്ട് മൂത്രമൊഴിക്കുക, കക്കൂസ് പോവുകയൊക്കെ ചെയ്തോ, പ്രശ്നമൊന്നുമില്ല. വളരെ വളരെ അങ്ങനെ വീട്ടിലേക്കൊന്നും വിളിച്ചിട്ടില്ല, പക്ഷെ അങ്ങനെ വിളിക്കുകയും ചെയ്യണ്ട. ഇതുവരെ ആരും കാണാത്തവരെന്നെ പാട് വിളിച്ച് കയറ്റുന്ന അത്രക്ക് പറയണ്ടേ കോപ്പറേഷനൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ വളരെ പൊളൈറ്റായിട്ടുള്ളതും വളരെ സ്നേഹത്തോടുള്ള പെരുമാറ്റമാണ്. അപ്പോൾ ഞാൻ കണ്ടതിൽ വെച്ച് എന്ന് പറയണം, അല്ലാണ്ട് എല്ലാവരും വളരെ മോശമാണെന്നും പറയുന്നില്ല. ഞാൻ കുറഞ്ഞ സ്ഥലങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ കണ്ടതിൽ വെച്ച് ഏറ്റവും സമാധാനപൂർവമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉള്ളത് മലപ്പുറം ഇരുമ്പുഴി ഭാഗത്താണ്. അവിടെ സംഘർഷങ്ങളില്ല എന്ന് തോന്നുന്നു. കാരണം പെരുമാറ്റ രീതിയൊക്കെ കാണുമ്പോൾ സംഘർഷങ്ങളില്ല എന്ന് തോന്നുന്നു. അതായത് ഓരോരുത്തരുടെ ബിസിനസ് മേഖല അല്ലെങ്കിൽ അവരുടേതായ ജോലി നോക്കി ജീവിച്ചു പോകുന്നു. അല്ലാതെ എൻ്റെ നാട് എന്ന് വെച്ചാൽ നാദാപുരം വളയാണ്. ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അതായത് എല്ലാത്തിനും ഒരു സംഘർഷമാണ്. ഇപ്പോൾ ഒരു പാർട്ടി രാഷ്ട്രീയം പറയുകയാണെങ്കിൽ, രാഷ്ട്രീയം കൊടി കെട്ടിയിട്ടുണ്ടെങ്കിൽ കൊടി ലേശം മുകളിൽ ആരെങ്കിലും കെട്ടിയാൽ അതിന് കലഹം, അല്ലെങ്കിൽ പോസ്റ്റർ ഒട്ടിച്ചാൽ വേറൊരാൾ പോസ്റ്റർ ഒട്ടിച്ചാൽ അതിന് കലഹം. ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷമാണ് എൻ്റെ വളയത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ ആശ്ചര്യമാണ് തോന്നിയത്. ഇരുമ്പുഴി ഭാഗത്ത് പോയപ്പോൾ വളരെ സമാധാനപരമായ മനുഷ്യന്മാർ, ഒരു പ്രശ്നമില്ല. ചെറുപ്പക്കാർ മുതൽ മുതിർന്നവരോട് വരെ ടോയ്ലറ്റിൽ പോകാനുള്ള ഫെസിലിറ്റി എങ്ങനെ കിട്ടുമെന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, അവിടെ സുന്നി മസ്ജിദ് ഉണ്ട്, അതിൻ്റെ ഇടക്കോട്ട് തന്നെ പോയിട്ട് അവിടെ ടോയ്ലറ്റ് ഉണ്ട്, അവിടെ നീ പോട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കെന്തുകൊണ്ട് ഒരു മനുഷ്യ സ്നേഹം, രാഷ്ട്രീയ സ്നേഹമോ മതസ്നേഹമോ ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷെങ്കിൽ വളരെയധികം മനുഷ്യ സ്നേഹമുള്ള മനുഷ്യന്മാരാണ് മലപ്പുറത്തുള്ളത്. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കി. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഞാൻ നിർത്തുന്നു.